കുറേ ആകർഷകമായ മുദ്രാവാക്യങ്ങൾ. പക്ഷേ ആ മുദ്രാവാക്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള യാതൊരു വിധമായിട്ടുള്ള വഴികളും ഈ ബഡ്ജറ്റിൽ തുറന്നു കാണിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ഭാവനയില്ലാത്ത ഭാവനാശൂന്യമായ ബഡ്ജറ്റ് ഭാവി വളർച്ചയിൽ, ഈ രാജ്യത്തിൻ്റെ വളർച്ചയിൽ മുഖ്യ ശതമാനം വരുന്ന കൃഷിക്കാരെയോ സാധാരണക്കാരെയോ തൊഴിലില്ലാത്തവരെയോ ഒന്നും തിരിഞ്ഞു നോക്കാതെ ഈ രാജ്യം ഒരു പറ്റ സമ്പന്നന്മാരുടെയാണെന്നും അവരുടെ പുരോഗതിയാണ് ഈ രാജ്യത്തിൻ്റെ ഭാവിയെന്നും ചിന്തിക്കുന്ന ഭാവനാശൂന്യമായ ഒരു ധനമന്ത്രിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭാവനാശൂന്യമായ ഒരു ഗവൺമെൻറ്റും അവരുടെ കാഴ്ചപ്പാടില്ലാത്ത ബഡ്ജറ്റാണ്. ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലാണ് റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇവിടെ നാളികേരത്തെ സംബന്ധിച്ചും കൊക്കോയെ സംബന്ധിച്ചും ചില വാഗ്ദാനങ്ങളല്ലാതെ അതിനും സംബന്ധിച്ച് ഫലപ്രദമായി അവിടെ നാളികേര കർഷകർക്ക് ഗുണം വരുന്ന രീതിയിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾ തകർന്നടിഞ്ഞ് എത്രയോ ദശലക്ഷം ആളുകളുടെ തൊഴിലാണ്, 75 ലക്ഷം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. ആ മേഖലയെ ശക്തിപ്പെടുത്തി അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചൊന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഈ ബഡ്ജറ്റ് പാലിക്കുന്ന നിശബ്ദത, അത് ആണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കാൻ കഴിയുന്നത്. കാരണം നല്ല പഠിച്ചു പുറത്തു വരുന്ന യോഗ്യരായിട്ടുള്ള ചെറുപ്പക്കാർ, അതുപോലെ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്കൊന്നും ഒരു പ്രതീക്ഷയും തകർന്നു കൊടുക്കാതെ വരുമ്പോൾ ഈ രാജ്യത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യം അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ സെൻറ്ററായി മാറുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, അതിലുണ്ടാകുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധി ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറും. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒന്നും ഈ ബഡ്ജറ്റിൽ അവർ ഉയർത്തി കാണിച്ചില്ല എന്ന് പറയുന്നത് യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ നിരാശയാണ് അത് പ്രകടമാക്കാൻ പോകുന്നത്. അതുകൊണ്ട് റൂറൽ എക്കണോമി ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നൊരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് നിരാശാജനകമാണ്. ആശിക്കാൻ പ്രത്യേകിച്ച് വകയൊന്നുമില്ല. കേരളത്തെ സംബന്ധിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എയിംസ് അടക്കം, പ്രത്യേകമായ കേരളത്തിനുള്ളൊരു റെയിൽവേ സോൺ അടക്കം, അതുപോലെ ശബരിപാതയടക്കമുള്ള പദ്ധതികളടക്കം, കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നട്ടെല്ലായ റബ്ബർ മേഖല ഉൾപ്പെടെ എല്ലാം നിരാശയിലേക്ക് കൂപ്പുകുത്തിയ ഒരു ബഡ്ജറ്റാണ്. ഏറ്റവും കൂടുതൽ നിരാശരായിരിക്കുന്നത് ഈ ബഡ്ജറ്റിൽ കൊണ്ട് ഒരു പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയ കേരളത്തിലെയും ഇന്ത്യയിലെയും പുതിയ തലമുറയ്ക്കാണ് ഏറ്റവും വലിയ നിരാശ. അതുപോലെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, അതുപോലെ രാജ്യത്തെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും വലിയ വരുമാന സ്രോതസ്സെന്ന് പറയുന്നത് വിദേശത്ത് പണിയെടുക്കുന്ന പ്രവാസികളാണ്. ആ പ്രവാസികളുടെ ഇൻകം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വാർഷിക ബഡ്ജറ്റിൻ്റെ 3 ഇരട്ടിയാണ്. 1,20,000 കോടി ഉറുപ്പികയാണ് പ്രവാസികൾ പണമായി ബാങ്കിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം അയച്ചത്. ആ പ്രവാസികൾ, തൊഴിൽ നടന്ന പ്രവാസികൾക്കുള്ള ഒന്നിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. തിരിച്ചു വരുന്നവരെ പുനരധിവസിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ല. നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് ആകർഷകമായ ഒരു പദ്ധതി, അവർക്ക് ഒരു സംരംഭം തുടങ്ങാൻ അതിനുള്ള ഒരു നികുതി ഇളവോ പലിശ ഇളവോ ഒന്നും കൊടുക്കുന്ന ഒരു പദ്ധതി എന്ന് വെച്ചാൽ പ്രവാസികളെ പൂർണ്ണമായി ഇഗ്നോർ ചെയ്ത ഒരു ബഡ്ജറ്റാണ്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കൊന്നും ആശിക്കാനും പ്രതീക്ഷിക്കാനും വകയില്ലാത്ത ബഡ്ജറ്റ്, സമ്പന്നന്മാർക്ക് വാരിക്കോരി കൊടുക്കാൻ വേണ്ടി ഇന്ത്യ മൊത്തം ചൂഷണം ചെയ്യുന്ന ഒരു ബഡ്ജറ്റ്, ഒരു കോർപ്പറേറ്റ് ബഡ്ജറ്റ്. ഇത് സാധാരണക്കാർക്കോ കൃഷിക്കാർക്കോ തൊഴിലില്ലാത്തവർക്കോ ഒന്നും ഈ ബഡ്ജറ്റിൽ നിന്ന് ആശിക്കാനില്ല. ഏറ്റവും നിരാശാജനകമായ ഒരു ബഡ്ജറ്റ്. സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറേ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. ആ പ്രഖ്യാപനം പോലും ഇല്ലെന്നായി പോയ ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ ഞങ്ങൾ ഈ ബഡ്ജറ്റിനെ ശക്തമായി ഇതിൻ്റെ പ്രഖ്യാപനങ്ങളെ എതിർക്കുന്നു. അതാണ് ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയാനുള്ളത്.